എത്ര പേപ്പറുകൾ കണ്ണീര് വീണ് പോയിട്ടുണ്ടാവും? ആവശ്യമില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കല്ലേ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവൂ. ദൈവം തന്നെ നമ്മൾ ചുമ്മാ ഉണ്ടാക്കി വെക്കല്ലേ. പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പത്രിക മുറിക്കുന്ന ഒരു ഇടപാടുണ്ട് ഞാൻ KSNDP. ഇന്ന് പറയുന്ന സ്ത്രീധനമില്ലാത്തതിൻ്റെ ഒരു കല്യാണം നടക്കത്തില്ല. ഞാൻ നോക്കിക്കോളാം. ഇവിടെ പട്ടിരിയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ എത്ര പെണ്ണുങ്ങൾക്ക് പറ്റുന്നു? ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പൈസ ഇല്ലാതെ വരുമ്പോൾ നാണമൊന്നുമില്ല. നമ്മൾ ചില ആദ്യ രാത്രി സീനൊക്കെ കാണുമല്ലോ അതിനകത്ത്. അപ്പോൾ ഞാൻ അമ്മമ്മ അങ്ങനെ ഒറ്റത്തി അതും കേൾക്കട്ടെ വായിക്കൂ എന്ന് നമ്മുടെ ജീവിതവും സിനിമയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 100 ലോഡ് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു നീ വന്നപ്പോഴെനിക്കറിയായിരുന്നു എന്തെങ്കിലും അടിച്ചോണ്ട് പോയിട്ട് നീ ആയിരിക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് പറയുന്ന ക്ലാസ്സുകളില്ലാതെ വേറെ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്? ഇല്ല എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊല്ലത്തുനിന്നൊക്കെ കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു അധ്യാപക സംഘടന പോലുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാവ സിംഗുനെ ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പറയും എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ. വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അനുഭവ സമ്പത്തിൻ്റെ വിദ്യാഭ്യാസമുള്ള സിംഗു ആന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്നെ സിംഗു എന്നാണ് ഇവർ വിളിക്കുന്നത്. പോയിട്ടില്ല. അതിനുള്ള സമയം നമുക്കില്ല. അങ്ങനെ പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തുറന്നു പറയുന്ന നമ്മുടെ ഒരു സാഹചര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ പറയുന്നത് കൂടാതെ ഇങ്ങനെയുള്ള വേദികളിൽ പങ്കിടുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയൊക്കെ പരിപാടിക്കൊണ്ട് ഇനി വിളിക്കും കേട്ടോ. പങ്കെടുക്കാവുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഇന്ന് കണ്ട് ഇത്രയും സംസാരിക്കുന്നത് ഒന്നും ഒളിച്ചു വെക്കാതാണ് സംസാരിക്കുന്നത്. കള്ളത്തരമില്ല. അവിടെയാണല്ലോ ഒരു വിജയം കിട്ടുന്നത്. നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ 1000 കള്ളം പറയേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി. പിന്നെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരില്ല. അത് നല്ല സത്യം പറയുന്നതല്ലേ നല്ലത്. നിങ്ങളിപ്പോൾ എന്നെ പറ്റി ഒന്ന് അന്വേഷിച്ച് ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ ഇവരുടെ ലൈഫിലെന്ന് പറയത്തില്ല. അതിന് നല്ല സത്യം പറയുന്നതല്ലേ. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ? ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാളുടെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുക. വിവാഹം കഴിഞ്ഞ അവരൊക്കെ എവിടെയാണ് താമസം? ഒരാൾ തൃശ്ശൂരാണ് നമ്മൾ കല്യാണം കഴിച്ചത്. അവർ ദുബായിൽ സെറ്റിലാണ്. മൂത്താള് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആള് മരുമോൻ എന്ത് പറയാറുണ്ട് അമ്മായിയമ്മയുടെ വീഡിയോ കാണുമ്പോൾ? ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര അമ്മ ഇത്രയൊക്കെ അമ്മയ്ക്ക് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഭയങ്കര സന്തോഷമാണ്. നല്ല മരുമോൻ. എനിക്കൊന്ന് യൂട്യൂബിന്റെ ബട്ടൺ കിട്ടിയപ്പം നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ മോളും മരുമോനും അല്ലേ അടുത്ത് നിൽപ്പുണ്ടല്ലോ, അടുത്ത് ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഉണ്ടായ അവരുടെ മുഖത്തെ സന്തോഷം വളരെ മനസ്സിൽ തട്ടിയ ഒരു സന്തോഷം. എനിക്ക് ദൈവം അനുഗ്രഹിച്ച നല്ല കുടുംബം കിട്ടി, നല്ല മക്കള്, നല്ല കുടുംബം, നല്ല. പിന്നെ ഒരു കാര്യം, എന്നെ ഇനി ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും ഞാൻ അവരെ മാറ്റി നിർത്തത്തില്ല. അവരെയും ചേർത്ത് വെക്കാനാണ് നോക്കുന്നത്. ഏതെങ്കിലും കറച്ചിൽ അവരുടെ അറിവില്ലായ്മയോ അതല്ലെങ്കിൽ എനിക്ക് അവരിൽ നിന്ന് നല്ല സൽഫലങ്ങൾ കിട്ടാനുള്ള ഭാഗ്യക്കുറവോ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിക്കും. എത്ര നാളത്തെ പരിശ്രമമാണ് ബുക്ക് എഴുതിയത്? ശരിക്കും ബുക്ക് അതെ ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് എല്ലാവരും എന്നോട് ബുക്ക് എഴുതുമെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ആദ്യമുള്ള വീഡിയോ കണ്ടല്ലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പം പ്രീതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ എറണാകുളത്തൊരു കൂട്ടുകാരുണ്ട്. പുള്ളിക്കാരി എന്നോട് നിർബന്ധപൂർവ്വം പറയും ബുക്ക് എഴുതി പറഞ്ഞു. ബുക്കും പേനയും വരെ കൊണ്ട് മേടിച്ചു ബുക്ക് എഴുതി സിംഗിൾ തോന്നുമ്പോൾ ഓരോന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ബുക്ക് എഴുതി. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അബുദാബി ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിനകത്തൊരു സമയം കിട്ടിയത്. ഇവിടെ വെച്ച് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. അതിൽ ഒരു 6 മാസം കൊണ്ട് എഴുതിയത്. 6 മാസം കൊണ്ട് എഴുതി പെട്ടെന്ന് തന്നെ. അത് നമ്മൾ ഈ ബാല്യകാലത്തെ നമുക്ക് ഓർത്തോണ്ട് വരണമല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സങ്കടവും വരും. നമുക്ക് ആ ചെറിയ പ്രായത്തിലെ കാര്യം ഓർത്ത് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നമ്മൾ മറന്നു. എത്ര പേപ്പറുകൾ കണ്ണീര് വീണ് പോയിട്ടുണ്ടാവും? അല്ല ഒത്തിരി. ഞാൻ പോകുന്ന ഇതിന് മാത്രം പേപ്പർ. ചിലതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വെച്ചപ്പോൾ കേൾക്കുമ്പം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ അനുഭവിച്ചു ഇത്. അപ്പോൾ കൂടെയുള്ളവരെ ഇന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന ചോദ്യം ഇത് ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പല പേപ്പറുകൾ കീറി കളഞ്ഞിട്ട് എനിക്ക് പറ്റാവുന്ന അവർ ആർക്കും ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം കണ്ടിട്ട് ഈ പുസ്തകം ഇപ്പം നമ്മളെ ഉപദ്രവിച്ചതും നമ്മുടെ ബന്ധുക്കളൊക്കെ കണ്ടിട്ടുണ്ടാവോ? കണ്ട് അവർക്ക് വെറുപ്പൊന്നുമില്ല. അവർക്ക് സങ്കടമാണ് തോന്നിയത്. അയ്യോ നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുവാണ്, പറ്റിപ്പോയി. അവർക്ക് തോന്നുന്നു ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നുമല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു വിഷമം തോന്നും. ഇപ്പോഴവരതെ കുറിച്ച് അവർ പോലും ഇത്ര ഞാൻ ഓർത്തു വെക്കുന്നു ഇങ്ങനെ നാളെ ഒരു ബുക്കാക്കി ഇറക്കുന്നത് അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചു കാണത്തില്ലല്ലോ. അവര് വിളിച്ചിരുന്നു ആരെങ്കിലും? എല്ലാവരും സഹകരിക്കും, എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും എന്നോട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഇതിന്റെ പേരിൽ ആർക്കും എന്നോട് പിണക്കമൊന്നുമില്ല. എല്ലാവരും വിളിച്ചു അല്ലേ? എല്ലാവരും വിളിച്ചു. എങ്കിലും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് അവർക്കൊരു അത്ഭുതമായിപ്പോയി അല്ലേ? അതെ ഇത്രയും കാര്യം ഓർത്തു വെക്കുമെന്ന് അവരും വിചാരിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഒറ്റപ്പെടുത്തിയ ഒരാൾ ഉണ്ടെങ്കിൽ അയാളും ഇത് വായിച്ചിട്ടുണ്ടാവില്ലേ?
ഞാൻ ഒന്നും പറയുന്നില്ല, പ്ലീസ് വേണ്ട, അത് ചോദിക്കണ്ട. പോട്ടെ, ഇനി അതേക്കുറിച്ച് പറയണ്ട. അവർക്കും ഒരു പാഠമാണ് ഇതിപ്പോൾ. ഇത് ഇനിയും ആരും ചെറുതായി കാണരുതെന്നാണ് ഞാനിതിൽ നിന്ന്. നമ്മൾ ഒരു വീട്ടിൽ ആ വീട്ടിൻ്റെ അധികാരം കൈയാളുമ്പോൾ നമ്മുടെ ആശ്രിതരായിട്ട് ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ചെറുതായി കാണരുത്. അവർ നാളെ ആരാകുമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ആ കഥയിലൂടെ പറയുന്നൊരു സാരാംശം. ആരെയും നമ്മളങ്ങനെ ചെറുതായി കാണരുത്. അവർ നാളെ ആരാകും. ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ, അച്ഛനും അമ്മയും ഇല്ലാത്തവരൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചവരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു സഹതാപവും ദയയും ചേർത്ത് വെക്കലൊക്കെ അവരോട് തോന്നണം. ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നത്. പഴയ ആൾക്കാർക്കൊന്നും അതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ടോ? അങ്ങനത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറവാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കുറച്ച് ആൾക്ക് കുറേ മൂരാച്ചികൾ ഇനി ആ പഴയ തലമുറയിൽ ഇനിയും പോകാനുണ്ട് ഇവിടുന്ന്. അവർക്കൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ഇങ്ങനത്തെ ഇല്ലാത്തവരാന്ന് തോന്നുന്നു, ഒരു അലിവുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് സംതൃപ്തി കിട്ടിയാണ് വീഡിയോ അതായിരിക്കും. കുറേ വീഡിയോ ചെയ്തു, നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തി കിട്ടുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടി ഇൻ്റർവ്യൂ ഇത് പറയാം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു തെച്ചേരി, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കല്ലെന്ന്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ദൈവം തന്നെ നമ്മൾ ചുമ്മാ ഉണ്ടാക്കി വെക്കല്ലേ എന്ന്. ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് വളർത്തല്ലേ എന്ന്. അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഭയങ്കരമായിട്ട് ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ. ആ വീഡിയോ ശരിക്കും അല്ലേ, ആവശ്യം ഉണ്ടെങ്കിലേ മക്കളെ ഉണ്ടാക്കാവുള്ളൂ. നമുക്ക് വളർത്തി പോറ്റാൻ പറ്റുന്ന എണ്ണങ്ങളെ ഉണ്ടാക്കാവുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 1 2 അല്ലേ, ദൈവം തന്നെ ഭയങ്കര. ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുണ്ടോ, 5 ഈ കഴിഞ്ഞ ദിവസം നിവൃത്തിയില്ല, അങ്ങനെ എത്ര പിള്ളേർ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര പിള്ളേർ, 5 പിള്ളേരെ കല്യാണം കഴിഞ്ഞ് അന്ന് പോലും സൗകര്യമില്ല, വെള്ളവടിയാന്ന് പറഞ്ഞു. ഈ വെള്ളവടിക്കുന്ന ആൾക്ക് ഈ 5 പിള്ളേരെ ഉണ്ടാക്കി ഇത്ര നോക്കാത്തൊരാൾക്ക് ദാരിദ്ര്യം ഈ ലോകത്ത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കണക്ക് ഞാനിങ്ങനെ പറയും, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കാവുള്ളൂ. സൃഷ്ടി കൊടുത്താൽ നമുക്ക് അവരോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ 2 മക്കളെ എൻ്റെ അവരുടെ കുട്ടികളുടെ അച്ഛൻ നോക്കിയില്ലെന്ന് പറഞ്ഞാൽ അവരെ ഞാൻ വലിച്ചെറിഞ്ഞൊന്നുമില്ല. എനിക്ക് 2 കുട്ടികൾ, അവരെ ഞാൻ നല്ലപോലെ അവരെൻ്റെ കൂടെ ചേർത്ത് എപ്പോഴും അവർക്ക് വേണ്ട സുരക്ഷിതത്വം, അവർക്ക് വേണ്ട സംരക്ഷണം, അവർക്ക് വേണ്ട സ്നേഹം, അവർക്ക് വേണ്ട വസ്ത്രം, അവരുടെ പിള്ളേരോട് ചോദിച്ചാൽ ഒന്നിനും അവരെ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ആരടുത്തും കൈനീട്ടിയിട്ടുമില്ല എൻ്റെ മക്കൾക്കെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു ആംബിയർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളെ സൃഷ്ടിക്കാവുള്ളൂ. ആ വീഡിയോയിൽ കമൻറ്റുകൾ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കമൻറ്റാണ് അല്ലേ? നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായതുകൊണ്ട് ആളുകൾ ഇഷ്ടം. ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിന്ന് ഒന്നും പ്രിപ്പയർ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാറില്ല. എന്തെങ്കിലും കണ്ട ആ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന. ചെറുപ്പത്തിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, നന്നായിട്ട് ഉച്ചത്തിൽ വായിക്കുമായിരുന്നു. അതെന്താ പറയുക, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെയാണല്ലോ വീട്ടിലുള്ള, അവർ ഉച്ചത്തിൽ വായിക്കൂ എന്ന് പറയും. ഈ മംഗളോ മനോരമയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കോ വന്നു, അമ്മൂമ്മ ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാതിരിക്കും, അമ്മൂമ്മക്ക് ഉച്ചത്തിൽ വായിക്കണം. അപ്പോൾ നമ്മൾ ചില ആദ്യ രാത്രി സീനൊക്കെ കാണുമല്ലോ അതിനകത്ത്. അപ്പോൾ ഞാൻ അമ്മമ്മ അങ്ങനെ ഒച്ചത്തി അവൻ കേൾക്കട്ടെ വായിക്കൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു നാണോ ഇല്ലാതെ ഒച്ചത്തി വായിപ്പിക്കും അമ്മമ്മ. അപ്പൂപ്പനുമൊക്കെ ഇങ്ങനെ വായിപ്പിക്കുന്നത് നമുക്ക് ആ ഒച്ചത്തി. ചില സീനിൽ വന്നാൽ മിഴുങ്ങിയാൽ പോലും അവർ വേണ്ട, നീ അത് വായിച്ചോ, എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചോളാൻ പറയും. അപ്പോൾ ആ ശീലം അതുകൊണ്ട് എനിക്ക് നമ്മൾ സംസാരിക്കാൻ മടിയില്ല. അതുകൊണ്ടായി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും മത്സരങ്ങൾ, പ്രസംഗ മത്സരം, അങ്ങനെ പ്രസംഗ മത്സരത്തിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, പ്രസംഗ മത്സരം, അതാണ് ഈ സംസാരപ്രിയം വന്നത്. ഇഷ്ടമായിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളം നന്നായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിന് 50 പിടിക്കായിരുന്നു, 100 അച്ചടി ഭാഷയാണ്. അതെ അച്ചടി ഭാഷയായിട്ട് കണക്കിനൊക്കെ മുട്ടയും മേടിക്കാറുണ്ട്. കാരണം അത് നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഒരു ആരെങ്കിലും ശരിക്കും ഒരു എന്ത് തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കല്യാണമാണ് പറ്റിക്കപ്പെട്ടിട്ടെന്ന് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടാതെ വരുമ്പോൾ അതൊരു വീട്ടുകാർ ആലോചിച്ചതാണോ? അതെ ആലോചിച്ച് അതേക്കുറിച്ച് പറയാം. അല്ല, അതായിരുന്നു പറ്റിക്കപ്പെട്ടായിട്ട് നമുക്ക് തോന്നുന്നത് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തപ്പോൾ അതൊരു പറ്റിക്കപ്പെടലായി പോലെ. നമ്മൾ വഞ്ചിച്ചു എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആരായിരിക്കും? അത് സ്നേഹിച്ച് കെട്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് അത് വാക്ക് തന്നിട്ട് കല്യാണം വരെ സമയം എത്തിക്കഴിഞ്ഞിട്ട് മാറിപ്പോകുന്നത് ഇതിനകത്ത് കൂടെ പറയാൻ തെറ്റാവോ അറിയത്തില്ല, എങ്കിലും പറയാം അതൊരു വഞ്ചനയാണ്.
അങ്ങനെ ഉണ്ടായോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ, അത് പറയുന്നില്ല. എങ്കിലും ഞാൻ പറയാം, നമ്മളെ സ്നേഹിച്ച് കെട്ടാന്ന് പറഞ്ഞ് എല്ലാം ഉറപ്പിച്ച് നാളെ പത്രിക മുറിക്കുന്ന ഒരു ഇടപാടുണ്ട് ഞങ്ങൾക്ക് SNDP. ഇന്ന് പറയുന്നു സ്ത്രീധനമില്ലാത്തതിൻ്റെ ഇവർ കല്യാണം നടക്കത്തില്ലെന്ന് പറയും. അതൊക്കെ ഭയങ്കര വഞ്ചിക്കലല്ലേ. അതൊക്കെ ഭയങ്കര അങ്ങനെ ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും. അറിയാവുന്ന ഇപ്പോൾ എൻ്റെ ഉറ്റ കൂട്ടുകാർ ആൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് വഞ്ചിക്കരുതെന്ന് പറയും. അതൊരു ചതിവല്ലേ, വാക്ക് തന്നിട്ട് മാറിപ്പോകുന്നത്, സ്നേഹിച്ചിട്ട് പണമില്ലാത്തതിൻ്റെ പേരിലൊക്കെ. അങ്ങനെയും അനുഭവിച്ചു. പിന്നെ അങ്ങനെയൊക്കെ അനുഭവിക്കാത്ത ഒന്നുമില്ലല്ലോ. ഇപ്പം നാളെ പത്രയെ കുറിക്കാനിരിക്കുന്നു, സ്ത്രീധനമില്ല എന്ന് പറഞ്ഞു വേണ്ടാന്ന് വെക്കുന്നു. എന്തൊരു മനസ്സിന്റെ ഉടമയാണല്ലേ. പറ്റിക്കല. അത് കുറെ നാളുണ്ടായിരുന്ന അത് നമ്മൾ ഭയങ്കര ഷോക്കായി പോകും പെട്ടെന്ന്. അത് കുറെ നാളുണ്ടായിരുന്ന പ്രണയമായിരുന്നു. കുറെ നാളുണ്ടായിരുന്നു പ്രണയിച്ചിട്ട് അത് മാറിപ്പോയത്. അതൊന്നും സാരമില്ല, അതൊന്നും ഇന്ന് എനിക്കതൊരു വിഷയമില്ല. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവാനെ കിട്ടി. പിന്നെ ഇതുപോലെ ഇനി ഭഗവാൻ തരാൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ സംതൃപ്തിയാണ്. അതെ അല്ലേ? അതെ. ജീവിതയാത്ര നല്ല സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. 2 മക്കളെ കിട്ടിയിരിക്കുന്നു, ഒരു മരുമോനെ കിട്ടിയിരിക്കുന്നു. ഇവരെല്ലാം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിരിക്കുന്നു. അല്ലേ? അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി ഇപ്പം യൂട്യൂബ് ചാനലാണല്ലോ മെയിനായിട്ട്. ഇനി ഒരു ബിസിനസ് വേണമെന്നുണ്ട്. ആ ബിസിനസ് നേരത്തെ പറഞ്ഞ കുറെ പേര് ജോലി കൊടുക്കുന്ന ബിസിനസ്, എന്ത് ബിസിനസ്സാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അത് ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ലെന്ന് എൻ്റെ ഒരു സീക്രട്ട് അനുസരിച്ച് ഉണ്ട്, തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി. അതങ്ങനെ നമ്മളൊരു കാര്യം, എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പറയരുതെന്ന്. തുടങ്ങി കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ, തുടങ്ങുമ്പോഴേ അറിയാവുള്ളൂ. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം വേറൊരാൾ പറയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞാൽ നടക്കത്തില്ല. നമുക്കുള്ള അനുഭവമാണ്, അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അനുഭവമാണല്ലോ എല്ലാത്തിനും പാഠമാകുന്നത്. അല്ലേ? അതെ അതെ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? എനിക്ക് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബുഷറ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങളുടെ പേര് ബുഷറാന്ന്. പുള്ളിക്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരാണ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അങ്ങനല്ല, അത് എനിക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ടീച്ചറാണ്. പിന്നെ അത് തന്നെ കുഴപ്പമില്ല. അതെന്തോ എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു. എനിക്ക് അതുകൊണ്ട് ആ ടീച്ചർ മലയാളം പഠിപ്പിക്കുന്ന ഭംഗിയുള്ള ടീച്ചറായിരുന്നു എനിക്ക്. പിന്നെ എന്നോടൊരു പ്രത്യേക ഒരു പരിഗണന കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട എന്ന് പിന്നെ തോന്നുന്നു. നമ്മൾ ചെയ്ത് ഇപ്പം ഒരു വാക്ക് ഒരാളോട് ഇപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അത് പിന്നീട് ചിന്തിച്ചു അത് വേണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് അത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? ഇല്ല. ഞാൻ പക്ഷേ ആരോടും പിണങ്ങിയിരിക്കാത്ത ഒരാളായതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മുഷിഞ്ഞൊരു വർത്തമാനം പറഞ്ഞാലും ഞാൻ പിന്നീട് വിളിച്ച് സോറി പറയാൻ ആ ബന്ധം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഞാൻ മുൻകൈ എടുക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ? അല്ല. ഫേസ്ബുക്കിൽ എഴുതാറില്ല? ഇല്ല ഇല്ല. അപ്പം അത്ര ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. യൂട്യൂബിൽ മാത്രമായുണ്ട്. ഫേസ്ബുക്കിൽ അങ്ങനെ എഴുതി ഇപ്പോൾ നമ്മൾ ഒരാളെ വേദനിപ്പിച്ച അങ്ങനത്തെ സംഭവം? ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കൊണ്ട് ആരോ ഇട്ട്, ഞാനൊരു കൂടുതൽ ഇപ്പം റീച്ച് കിട്ടുന്ന വീഡിയോ വല്ല അഭിഹിതമൊക്കെ പറഞ്ഞാൽ വേഗം നടന്നതിനകത്ത് നിറഞ്ഞാണ് ആൾ കയറുന്നത്. അപ്പോൾ ഞാനൊരു ആദ്യ രാത്രി ഒളിഞ്ഞു നോട്ടം ബാല്യകാലത്തിൽ നമ്മുടെ ഒരു സംഭവം ഇട്ട്, എൻ്റെ പൊന്നെ അതിട്ട് ആൾ ചിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒളിഞ്ഞു നോക്കിയിട്ടുള്ളതുമാണ് അതിട്ട്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് യൂട്യൂബിൽ തന്നെ ഭയങ്കര വൈറലാതെ ഓടിക്കൊണ്ടിരിക്കുക നന്നായിട്ട്. അതിൻ്റെ ആ ഒളിഞ്ഞു നോക്കിയാൽ എന്തോ ഒരു വേറെ കലർത്തിക്കൊണ്ട് അത് മുറിച്ചോണ്ട് പോയൊരു ഞാൻ പറഞ്ഞ വാക്കുകൾ അതിനകത്തോണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ വന്ന് താഴെ മോശമൊക്കെ കിടന്നിട്ടൊന്നും ഉറക്കമില്ല. ലാസ്റ്റ് ഞങ്ങൾ അത് തപ്പിപ്പിടിച്ച് അവരുടെ പേരിൽ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവരത് മാറ്റി. നമുക്ക് മലയാളികളുടെ പൊതുവെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ്, നെഗറ്റീവ് കാണാനാണ് ആളുകൾക്ക് താല്പര്യം. നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ വളരെ കുറച്ച് റീച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. സത്യമായ കാര്യം, കറക്റ്റ് കാര്യം. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ ഞാൻ ഓപ്പണായിട്ടുള്ള കാര്യം പറയുകയും കോമഡി കുറേ അനുഭവിച്ചത് കാര്യമല്ല അതിനകത്ത് കോമഡി ചേർക്കുമായിരുന്നു കൂടുതൽ. ഇപ്പോൾ അലിക്കൻ്റെ ആദ്യമുള്ള വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ, ചിരിച്ച് മരിക്കുന്ന വീഡിയോകളുണ്ട്. അപ്പോൾ അത് ഞാൻ അനുഭവിച്ചത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ തന്നെ കിണ്ടി നിറയെ ചെമ്പ് പാത്രം, അമ്മയുടെ വീട്ടിൽ ഇച്ചിരി സാമ്പത്തിക സ്ഥിതിയുള്ളൊരു കുടുംബമായിരുന്നത്. അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം എൻ്റെ അമ്മേനെ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് അമ്മ പറയടി 2 കിണ്ടിയും അത് നിലവിളക്കൽ അടിക്കുക എന്ന് പറയും. ഞാനപ്പോൾ ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ എന്നേട്ട് പോയി ടൗണിൽ കൊണ്ടുപോയി ഇത് വിറ്റ് കാശ് മേടിക്കുന്ന കണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എടി ഇത് വിറ്റാൽ കാശ് കിട്ടും, വീട്ടിൽ നിറച്ചിരിക്കും എടി, അപ്പം നമുക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ഞാൻ ചാക്കിനകത്ത് എൻ്റെ കൂട്ടുകാരിട്ട് കൊണ്ടുപോയിട്ട് സ്കൂളിൽ പോകുന്നവർ കൊണ്ട് കൊടുത്തേച്ച് പൈസ കിട്ടും. അപ്പോൾ നമ്മളത് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കുക. നമുക്ക് പിന്നെ സ്കൂൾ ബോക്സിലൊക്കെ 100 രൂപയുടെ നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വലിയ പണക്കാരി എന്നുള്ള രീതികൾ ഇന്ന് ക്യാമൽ ബോക്സൊക്കെ മേടിക്കുക, ഇങ്ങനെയൊക്കെ അന്നത്തെ ഒരു രീതി. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ
എനിക്ക് തോന്നുന്നു അതൊക്കെ കാണുമ്പോൾ ആൾക്ക് ചിരിയാണ് തോന്നുന്നത്. നമ്മൾ ഇതിങ്ങനെയൊന്നും അല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ചിരിപ്പിച്ച പറയുന്നത്. ആൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആകട്ടെ എന്നാൽ ഞാൻ അനുഭവിച്ച കഥയോ അനുഭവമാണ്. ഇത് വേറെ വല്ലവരുടെ മോട്ടിച്ച കഥയല്ല, ഒറിജിനൽ സംഭവമാണ് ഈ പറയുന്നത്. ഇപ്പൊ അമ്മേനെ വീട്ടിൽ കയറ്റത്തില്ല, തേങ്ങ മോട്ടിക്കുക. അമ്മ തേങ്ങ നിറയെ തേങ്ങ, ഒരു 10,000-4,000 തേങ്ങയോടെ കൂട്ടിയിട്ടിരിക്കുക. എൻ്റെ അമ്മ വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് അമ്മയ്ക്കൊരു, അപ്പം ഞാൻ അമ്മ പറയടി എനിക്ക് തേങ്ങ കുറച്ച് മോട്ടിച്ച് താടി എന്ന് പറയുമ്പോൾ ഞാൻ മോഷണം എടുക്കുകയാണ്. അമ്മ നമ്മൾ പറഞ്ഞിട്ട് നമ്മളിത് കുളത്തിലൊക്കെ കൊണ്ട് പാത്ത് വെക്കുകയാണ്. അതുകൊണ്ട് രാത്രി 2 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഈ തേങ്ങായി വലിച്ച് ഗേറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് രാത്രി. ഇപ്പോൾ ഒരു പട്ടിയുണ്ട് സുൽത്താൻ എന്ന് പറഞ്ഞ പട്ടി, നമ്മുടെ അത് ഞാൻ ആക്ഷൻ ഇട്ട് പറഞ്ഞു കൊടുക്കും. പട്ടി ബഹു ബഹു എന്നിട്ട് കുറച്ച് വരുമ്പോൾ അകത്ത് കിടക്കുന്ന മാമൻ കള്ളനുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നാലേ എന്നെ പിടിക്കത്തില്ല അവിടെ. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ആൾക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമാണ്. ജനം അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നതാണ് അവിഹിതമാണെന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ഉണ്ടല്ലേ അത് കേൾക്കാൻ ഇഷ്ടമുള്ളൂ അല്ലേ. ആളുകൾക്ക് ആർക്ക് ടെൻഷനും സങ്കടവും ഒന്നും കേൾക്കാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ, ഞാൻ അനുഭവിച്ച ദുഃഖമാണെങ്കിലും അവരെ രസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെ അതെ എന്നാലും ഞാൻ അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഇത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരൊരു കഥ കേൾക്കുന്ന രീതി ചിരിച്ച് കളിച്ച് പറയാം. ഞാനന്ന് അനുഭവിച്ചത് എനിക്ക് മാത്രം അറിയത്തുള്ളൂ അല്ലേ. അങ്ങനെ നമ്മുടെ ജീവിതവും സിനിമയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നത് 100-ൽ ഓടുവന്നിരിക്കുന്നത് സ്ത്രീകൾ കാണും, ഉറപ്പായുള്ള കാര്യമാണ്. പിന്നെ കുടുംബമായിട്ട് കാണാൻ പറ്റുന്നൊരു പടമായിരിക്കും, നല്ലതായിരിക്കും. ആരെങ്കിലും സിനിമയാക്കിയാൽ കൊള്ളായിരുന്നു. ഈ പുസ്തകം അതിനുള്ള വലിപ്പമുണ്ടോ? ഇല്ല, ഞാൻ ഇത് 4 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളത് ഇപ്പം എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും ഇപ്പം. 2ാം പതിപ്പുണ്ട് അല്ലേ? അന്നലെ ഇത് മനസ്സിലാകത്തുള്ളൂ ശരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം എത്തുള്ളൂ. അത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ 2 കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ കാണിച്ചിട്ടുള്ള അവരുടെ തരിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ചിരിക്കാൻ പറ്റുന്നവർ. ആ 2 കുട്ടികൾ ആ തരിയുടെ പരിപാടി പുസ്തകത്തിന് മുമ്പൊന്ന് പ്രേക്ഷകരോട് ചെറുതായിട്ടൊന്ന് പറയുന്നത് രസമായിരിക്കുമല്ലോ ആ തരിയുടെ പരിപാടി. ഇതിപ്പോൾ എൻ്റെ എറണാകുളത്തും എനിക്ക് ഫ്രണ്ട്സുണ്ട്, ആലപ്പുഴയിലും ഫ്രണ്ട്സുണ്ട്. ഇപ്പോൾ കൊച്ചിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. എൻ്റെ 2ാമത്തെ മോളെ എപ്പോഴും ഒരു അപസ്മാരം പോലൊരു അസുഖം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ബ്രെയിനിലൊരു ചെറിയൊരു ഞരമ്പിലൊരു പ്രോബ്ലം ഉണ്ടായിട്ടായിരുന്നു അങ്ങനെ വന്നത്. അത് കണ്ടുപിടിക്കാതെ ഇവിടെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ കിടക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലെന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ എനിക്ക് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഈ അടുത്തേക്കുന്ന അപ്പോൾ ആ കൂട്ടുകാരിക്ക് അറിയത്തില്ല മോളിലൂടെ കിടക്കുമെന്ന്. അവളോട് ചെന്നിട്ട് ഞാൻ പറയും, എടി എനിക്ക് കല്യാണത്തിന് പോകാൻ മാലയും തരുമെന്ന് ചോദിക്കും. അപ്പോൾ മാല തരും, ഞാനത് പണയം വെച്ചിട്ട് ബില്ലടയ്ക്കും. എന്നിട്ട് ഞാൻ പറയും 2 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ എന്ന് പറയും. തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരു ചേച്ചിയുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള. ആ ചേച്ചിയോട് പറയും, ചേച്ചി എനിക്ക് അപ്പോൾ ഇവർക്ക് 2 ദിവസം കഴിയുമ്പോൾ സാധനം എടുത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വേറെ എല്ലാം പൈസ കടം ചോദിച്ചിട്ടൊക്കെ വെച്ചു. അവർ ഇന്ന ഡേറ്റ് പറയുമ്പോഴേ അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ചേച്ചി എടുത്തിയല്ലോ, ചേച്ചി ഞങ്ങളുടെ വീടിനടുത്തുള്ള അതിലൊക്കെ ചേച്ചി എനിക്കൊന്ന് മാല മേടിക്കാൻ പൈസ ഇല്ല, ഒന്ന് ആ മാലയൊന്നും ഇടാൻ തരും 2 ദിവസത്തേക്ക്. അവരോടനെ തരും. അത് പണയം വെച്ചിട്ട് മറ്റവരുടെ സാധനം എടുത്ത് കൊടുക്കും. 2 ദിവസം സമാധാനത്തിൽ നടക്കും. ഇവിടുന്ന് വിളി വരുമ്പോഴാണ് എൻ്റെ ദൈവം ഇത് അടുത്ത ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും. ഇങ്ങനെ കറക്കുമായിരുന്നു ഞാൻ. ഇത് പറയാൻ നാളെക്കേണ്ടത് അല്ല വേറെ കേസ് അവർക്കൊക്കെ വിശ്വാസമാണ് നമ്മൾ ആ വിശ്വാസമാണ് കൊടുക്കുന്നുണ്ടാണ് കറക്റ്റ് ഓറേഞ്ച് ചെയ്തത് കൊടുത്തിരിക്കും. അങ്ങനെ കറക്കിയാണ് ഒരുപാട്. എങ്കിലും ലാസ്റ്റ് ഒരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് എങ്ങനെയാണ്? ഇപ്പൊ ഗ്യാസ് ഒക്കെ ഇല്ലെന്ന് ഓർത്ത്, ഗ്യാസ് തീർന്നു, പൈസ ഇല്ല, അല്ല കറണ്ട് ഫീസ്. ഞാൻ തൊട്ടപ്പുറത്ത് ഒരു പലചരക്കട ഉണ്ട്, അവിടെ ചെന്ന് വീടിൻ്റെ ചേട്ടാ ഇപ്പം തരാവേ, ബാങ്കിൽ ഒന്ന് പോയാൽ മതി, ഒരു 1,500 രൂപ അപ്പം തന്നെ തരാം. ഗ്യാസുകാരനെ കൊടുത്ത് കറണ്ടുകാർ അടച്ച് ഇവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി കൊച്ചാസ്ത്രം കിടക്കും. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പൈസ ഇല്ലാതെ വരുമ്പോൾ നാണമൊന്നുമില്ല, ആരെയും പേടിയില്ല, പിടിച്ചാലും വിഷമമില്ലാത്തൊരു സ്റ്റേജിൽ പോയിട്ടില്ല, കൊല്ലാനും പോയിട്ടില്ല, ജീവിക്കാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ് ഇതൊക്കെ ചെയ്ത്. അല്ല അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പം ഒരാളുടെ വിഷമം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഇപ്പം ഒരുവിധപ്പെട്ട ഒരു പിള്ളേരൊക്കെ ചില ഓരോ പരിപാടിയൊക്കെ കാണിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അനങ്ങാതിരിക്കും, കുറ്റപ്പെടുത്തത്തില്ല. അങ്ങനെ പറയാം അപ്പം ഞാൻ പഴയതിലേക്ക് ഒന്ന് പോകും. ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തെങ്കിലും ഒരു ജീവിത പ്രശ്നമോ അല്ലെ അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും അവരങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അതിനെ ഒന്ന് ലഘൂകരിക്കാൻ എനിക്ക് പറ്റും. ഈ സംഭവങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് മേടിച്ച് അതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്ന എപ്പോഴാണ്? അങ്ങനെ വന്ന് മൊറ്റടിക്ക് എന്താ പറയുന്ന വിഷമെല്ലാം കളയിട്ട് തീർന്നു, എന്താ പറയുന്നത്, കളയ്ക്കെല്ലാം വിഷമിട്ട് നശിപ്പിക്കുന്നു. അന്ന് 4,000 രൂപ എവിടെ നിന്നുള്ള പൈസയായിരുന്നു അന്ന് ഇത് ചെയ്യണം. എൻ്റെ അമ്മേനെ ഞാൻ കാണാൻ ചെന്നിട്ട് അമ്മ എടുത്ത് 2 കമ്മൽ അമ്മ ഊരി ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അമ്മ എടുത്ത് ഒരെണ്ണം ഞാൻ അടിച്ചുകൊണ്ട് പോകുന്നത് ആണി ഇവരിട്ട് അവിടെ വെച്ചിട്ട് അവിടെ എല്ലാം തപ്പം. അമ്മ യു എൻ്റെ കമ്മല് കണ്ടില്ലടി. അമ്മ ചേർത്തി അമ്മ എനിക്ക് അത്ര അത്യാവശ്യമായിട്ടിരിക്കുന്നത് ആ കമ്മലായിട്ട് ഇടാന്ന് പണയം വെച്ചിട്ടാണ് ഞാൻ ആ കാശോടെ വെച്ചിരിക്കുന്നത്. നോട്ട് മാറിയ എനിക്ക് വെളുപ്പാങ്കത്തെ ബാങ്ക് തുറക്കുന്നതിന് 9 മണി മുതൽ ഞാൻ ബാങ്കിൻ്റെ എനിക്ക് ആദ്യം ഇത് മാറാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ സാധനം അവിടെ വരുന്നത്.
അല്ല അമ്മയുടെ അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മയുടെ അടുത്ത് അല്ലല്ല അമ്മ അല്ല അത് കോമഡി കിട്ടും. അപ്പോൾ അമ്മ ഇല്ല അമ്മയ്ക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ പോലെ ചെയ്തെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ അമ്മ കുറേ കിടന്ന് ഒച്ച വെച്ചിട്ട് പിന്നെ നിർത്തിയേച്ച്. പക്ഷെ അമ്മ പറഞ്ഞു, നീ വന്നപ്പോഴെനിക്കറിയായിരുന്നു എന്തെങ്കിലും അടിച്ചോണ്ട് പോയിട്ട് നീ ആയിരിക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അടിച്ചു മാറ്റിയാലോ. അത് അമ്മയുടെ വേറെ അറിയില്ല കേട്ടോ, എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അല്ല ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞില്ലേ ആ കടയിൽ നിന്ന് ഗ്യാസിന്റെ ഇത് വരുമ്പോൾ 1500 ഇപ്പൊ തരാന്ന്, ആ കടക്കാരൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഓർമ്മയിൽ വരും നമ്മളെ അന്ന്. അതെ അതെ ഇപ്പൊ തരാം, ഇവരിലെ നിർത്തും ഞാൻ ഇപ്പൊ തരാം. അതൊരു കഴിവും വേണം അതിന്. ആ നാട്ടുകാരും എൻ്റെ പരിസരക്കാരും അയൽക്കാരും എല്ലാം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇങ്ങനത്തെ ഓരോ ഓട്ടോക്കാർ പോലും എനിക്ക് വേണ്ട എല്ലാം ഇവരൊക്കെ കാണാറില്ലേ? കാണാറുണ്ട്. എന്നോട് അവർക്ക് പ്രത്യേക സ്നേഹം. ആ കടക്കാരെ കണ്ടിട്ടുണ്ടോ? പിന്നെ ആ കടക്കാരനെ പിന്നെ ഈ വിരൽ നിർത്തിയ കടക്കാരനെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ രക്ഷപ്പെട്ടതിൽ. ബോബനോട് അവർക്ക് ബഹുമാനമാണ്. പിന്നെ ഞാൻ എൻ്റെ മക്കളെ വളർത്താനുള്ള ഓട്ടപ്പാച്ചിലാണെന്നുള്ള കാര്യം കഷ്ടപ്പെട്ടു. അത് അവർക്കറിയായിരുന്നു. ഈ മക്കളെ ഇതിലൊക്കെ ഒരു സത്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആ സത്യത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരു നല്ല ആളെയും കിട്ടിയപ്പോഴാണ് അല്ലെങ്കിൽ ഒരിക്കലും എത്തില്ല. ഇല്ല 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 അല്ല നമ്മുടെ ജീവിതം മൊത്തം അറിഞ്ഞാണല്ലോ ഒരാൾ. അതെ അതെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇതാണ് ഗുരുവായൂരപ്പനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഇല്ലാന്ന് വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു. ദൈവം ഇല്ലെന്ന് വിശ്വസിച്ച കാലമുണ്ട്. ദൈവം വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയായിരുന്നു ഞാൻ. നമുക്ക് ദുരിതങ്ങൾ തന്നെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയും നമുക്ക് അങ്ങനെ ഉള്ളവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് വിഷമം തോന്നുമ്പോൾ നമ്മൾ അങ്ങനെ തോന്നിപ്പോകുന്ന. പക്ഷേ ഈശ്വരനുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്നെ കേൾക്കുന്ന ദൈവമുണ്ട്. ക്ഷമയോടുകൂടി ഇരുന്നാലേ നമ്മുടെ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി വെച്ചുകൊണ്ട് നമ്മളൊരു കറക്റ്റായിട്ടും ഏത് മതമാണേലും അവരവരുടെ ദൈവത്തെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് നല്ല ചെയ്യുന്ന കർമ്മങ്ങളും നല്ലതായിരിക്കണം. ആരും ദ്രോഹിക്കാത്തതും വിഷമിപ്പിക്കാതെ ആരുടെയും കണ്ണീര് വീഴിക്കാത്തതും ആയിട്ടുള്ള കർമ്മവുമായിരിക്കണം. കർമ്മത്തിന് ഫലം ഉറപ്പായിട്ടും തിരിച്ച് കിട്ടുകയും നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഓരോരുത്തരും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സൽക്കർമ്മം കൂടി ആയിരിക്കണം. ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്ന എന്തിനോർത്തായിരിക്കും? എന്തായിരിക്കും സംഭവം? അതൊക്കെ എൻ്റെ മോളുടെ പ്രശ്നം. എനിക്ക് എന്തോന്നാലും പ്രശ്നമില്ലായിരുന്നു. എൻ്റെ മോൾക്ക് അസുഖമൊക്കെ വന്നപ്പോൾ അതിനെ നേരിടാൻ ഞാൻ ഭയങ്കര പാടുപെട്ടായിരുന്നു. ഒറ്റയ്ക്ക് ആരും 10 രൂപ തരാനില്ലാത്തപ്പോൾ നമ്മൾ അത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഒരു സഹായ സമിതിയൊക്കെ രൂപീകരിച്ച് ഞാൻ നാട്ടുകാർ ചിലരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന്, ചിലർക്കൊരു പുച്ഛം പോലെ ഇത് ഇവർക്ക് സ്ഥിരം ഇതുള്ളതാണെന്നുള്ളൊരു മൈൻഡിൽ മനസ്സിലായ. അപ്പം ആ സമയത്ത് ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഓപ്പറേഷൻ സമയത്ത് എനിക്ക് കൈനീട്ടേണ്ടി വന്നു. വലിയ നമ്മൾ പ്രതീക്ഷയോട് ചെല്ലുന്ന വീടുകളിൽ ചിലപ്പോൾ 10 രൂപ ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെല്ലാം ലോകം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ വാതിക്കൽ ആരെങ്കിലും വന്നാൽ ഒരിക്കലും ഞാൻ 10 രൂപ കൊടുക്കത്തില്ല. വീട് വീടാന്തരം കയറേണ്ടി വന്നു അല്ലേ? അങ്ങനെ കയറേണ്ടി വന്നിട്ടുണ്ട്. ഓപ്പറേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കയറേണ്ടി വന്നു. മരുന്നിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അന്നേരമൊക്കെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഭയങ്കര പൈസ. ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല അല്ലേ? സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസൊന്നും 1 രൂപ ഞാൻ പറയും ഇതിൽ കൂടെ 10ൻ്റെ സഹായം ചെയ്യത്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. അവർ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിയിലിരുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞ് എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം പറയുമ്പോൾ ഇപ്പം ഇതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ പറയണം. ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. എൻ്റെ ശബ്ദം ആരെങ്കിലുമൊക്കെ കേൾക്കത്തില്ല. അതാണ് അവരുടെ ഒരു സഹായം ഏറ്റവും. പിന്നെ അന്നത്തെ എനിക്കന്ന് അത് വളരെ വലുതായിരുന്നു. ഞാൻ വന്ന വഴി മറക്കാൻ തയ്യാറല്ല. അതിന് ഇനി എന്തിനീ ലോകത്ത് പുതിയത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പഴയ വഴികൾ മറക്കാൻ സമ്മതം. ഒത്തിരി പോരാടിയുള്ള ജീവിതം. ആ പോരാട്ടമാണ് ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലും കൊണ്ടേയിരുത്തിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിളിനെ ഞാൻ കണ്ടെത്തില്ലല്ലോ. നമുക്കിത് എനിക്ക് തോന്നുന്നു അലിയുടെ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഇല്ലെന്ന് തോന്നുന്നു. എന്താന്ന് പറയട്ടെ, എൻ്റെ പിള്ളേരെന്നോട് പറഞ്ഞു, അമ്മേ ആ ചേട്ടൻ്റെ അടുത്ത് പോയ അമ്മേനെ അലക്കുന്നു. അങ്ങനെ അലക്കിയോ? ഇല്ല. നമ്മള് ഈ ജീവിതയാത്ര ഒന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയോ? ഇല്ല തോന്നിയില്ല. നമ്മളൊരു സംസാരം പോലെ. അപ്പൊ നമുക്ക് ആ ബോബൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടണം, ഇതിൽ പരിചയപ്പെടുത്തണം അല്ലേ? അദ്ദേഹത്തെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ വീഡിയോയിലൊന്ന് കാണിക്കണമല്ലോ. അപ്പം ബോബൻ ചേട്ടനെ നമ്മൾ
ഈ മറ്റേ ഇത് ഒരു ചൊല്ലുണ്ട്, ഒലക്കാണെങ്കിൽ ഒരുമിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ ചെയറിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം ഇതാണ് ഈ ബോബൻ എന്ന് പറയുന്ന ഒരു വഴികാട്ടി. മോദിയുടെ നോട്ട് നിരോധനവും 4000 രൂപയും അല്ലേ? അതെ അതെ, വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ? അങ്ങനെ നോട്ട് നമുക്ക് പഴയ പൈസ നമ്മളെ ഒത്തിരി ഇരിക്കുക. ഇല്ല അങ്ങനെ ഒരുപാടൊന്നുമില്ല ഞങ്ങള്. അപ്പൊ അത് പെട്ടെന്നല്ലേ വന്നത്. അപ്പൊ ഉണ്ടായിരുന്ന കുറച്ച് ക്യാഷ് രൂപയായിട്ട് അന്നത്തെ നോട്ടായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് മാറാനായിട്ട് പോയതാണ്. അത് മാറാൻ പോയി. അങ്ങനെ പരിചയപ്പെട്ട കഥയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അത് പറഞ്ഞു അല്ല, ആ നോട്ട് മാറി ആ മാറ്റത്തോടൊപ്പം പുതിയ നോട്ടുമായിട്ട് നമ്മളൊന്ന് പോകുന്നു. അതെ അതെ, ആ പുതിയ നോട്ടാണല്ലോ ഇത് അല്ലേ? കൂടെ കൊണ്ട് എന്താണ് അങ്ങനെ ഒരു മനസ്സ് വരാൻ കാരണം? അത് സിംഗിളിനെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ഗൾഫിന് പോയി. ഞാൻ ഗൾഫിലായിരുന്നു, 10-20 വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഗൾഫിന് പോയപ്പോൾ സിംഗിൾ എന്നോട് പറഞ്ഞു, അപ്പം ഇവളെ കൊണ്ടുവരാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ആ സമയത്ത് സിംഗിൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ പട്ടിണിയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ എത്ര പെണ്ണുങ്ങൾക്ക് പറ്റുമെന്ന്? ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ നോക്കണോ വേറെ കാര്യം. പക്ഷെ അത് പറയാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അത് സാധാരണ ഗതിയിലുള്ള ആർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് സിംഗിൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിംഗിളിനെ ഇഷ്ടപ്പെടുന്നത്. അതെന്തോ അങ്ങനെ പറയാൻ കാരണം? അത് നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ എന്തായാലും അടുത്തല്ലോ. അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പാവ മനുഷ്യനാണ്, സ്നേഹം കിട്ടാത്ത ഒരാളാണ്. എന്നെപ്പോലെ തന്നെ പുള്ളിക്ക് ഒരു പണം ഉണ്ടായിരിക്കും, പക്ഷെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഇനി ജോലി പോയി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ജീവിക്കാം, പുള്ളിയായിട്ട് ഒരുമിച്ച് ജീവിക്കാന്നുള്ള എനിക്കും അങ്ങനത്തെ ഒരു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാര്യം. അപ്പം ആ സമയത്ത് സിംഗിൾ പറഞ്ഞു അവിടെ ഒരു നല്ല ജോലിയായിരുന്നു, എനിക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു. അപ്പൊ ആ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ, നമുക്കിവിടെ ജീവിക്കാം, ഞാൻ നോക്കിക്കോളാം. ആ ഒരു വാക്കാണ്. അത് നമ്മുടെ മനസ്സിനെ ശരിക്കും ടച്ചിങ് ആണ്. അല്ല, ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ, ഒരു സ്നേഹം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയുള്ള സ്നേഹം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഉണ്ടായതല്ലേ? ഇപ്പൊ എങ്ങനെ പോകുന്നു? ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. വളരെ സന്തോഷകരമായ ജീവിതം. മക്കളെ ആണെങ്കിൽ 2 മക്കള് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മൂത്ത മോളെ കല്യാണം കഴിച്ചയച്ചെങ്കിൽ അവിടെ ദുബായിലുണ്ട്. ആദ്യ കല്യാണത്തിൽ കുട്ടികളുണ്ട്. ഒരു മകനുണ്ട്, അവൻ ജർമ്മനിയിലാണ്, MBA പഠിക്കുന്നു, അവൻ ജർമ്മനിയിലുണ്ട്. അത് ബോബൻ തന്നെയാണ് നോക്കുന്നത്? അല്ല, അവൻ അവന്റെ അമ്മയുടെ കൂടെയാണ്. അതിലൊരു കുട്ടിയാണുള്ളത് അല്ലേ? ആദ്യത്തെ മാരേജിൽ എനിക്കൊരു കുട്ടിയാണുള്ളത്. സ്ഥലം എവിടെയാണ് കറക്റ്റ്? എൻ്റെ കോതമംഗലത്തിനടുത്ത് കോട്ടപ്പടി എന്ന് പറയും. കോട്ടപ്പടി നമ്മളൊക്കെ കുറച്ച് അടുത്ത് വരും. എൻ്റെ വീട് തൊടുപുഴയാണല്ലോ. ആണല്ലേ? കോട്ടപ്പടിയാണല്ലേ? അപ്പൊ ഈ കോട്ടപ്പടിയിൽ നിന്ന് ഈ ബാങ്ക് എവിടെയാണ്? അപ്പൊ നിങ്ങൾ കണ്ടുപിട്ടിയ ബാങ്ക് എടപ്പള്ളി. അപ്പൊ ഇവിടെ വന്നാണ്? അല്ല, ഞാനന്ന് എറണാകുളത്ത് താമസമാണ്. ഞാൻ എനിക്ക് തോന്നണേ 96-ലോ മറ്റോ എറണാകുളത്ത് ഒന്ന് സെറ്റിലായുണ്ട്. ഈ വീഡിയോ നേരത്തെ നമ്മൾ ചോദിച്ചാൽ തന്നെ കേട്ടിരുന്നല്ലോ. ഈ വീഡിയോ ചെയ്യുമ്പോൾ പല കമൻറ്റുകളും വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു നെഗറ്റീവ് കമൻറ്റുകളും വരുന്നില്ല. പുരുഷന്മാർ ഇത്ര നല്ല പുരുഷന്മാരുണ്ടെന്ന് ചിന്തിച്ചോ? അപ്പം അല്ല, നെഗറ്റീവ് കമന്റ് വരുന്ന ചെറിയ കമന്റ് അത് കൂടുതൽ സ്ത്രീകളുടെയാണ്. അല്ലാതെ പുരുഷന്മാർ വന്നിട്ട് സാധാരണ അതിൽ അറിയാലോ, ഒരു ലേഡി ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ പുരുഷന്മാർ സാധാരണ അതിലൊരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകളൊക്കെ ഇടാറുണ്ടല്ലോ. അതൊന്നും സിംഗിളിന് വരത്തില്ല. സിംഗിൾ അത്ര ബോൾഡ് ആണെന്ന് അത് കണ്ടാൽ, ആ വീഡിയോസ് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ കമന്റുകൾ ഇല്ലാത്തത്. ഈ സിംഗിളിനെ അന്ന് കണ്ട് പൈസ മാറി അന്ന് ഇഷ്ടം തുടങ്ങുന്നത് എന്താണ്? ഇഷ്ടം തോന്നാനുള്ള ഏറ്റവും ആദ്യം തോന്നിയ കാരണം? സിംഗിളിന്റെ ഒറ്റപ്പെടൽ. ഞാനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പം ഞങ്ങൾ തമ്മിലൊരു ശരിക്കുള്ളൊരു വേവ് ലെങ്ത് കറക്റ്റാണ് എന്ന് തോന്നിയിരുന്നു. ഒറ്റപ്പെടൽ തന്നെയാണ്. ഒറ്റപ്പെടൽ. കട്ട ഇംഗ്ലീഷ് അയച്ച് മക്കളെയും കാണിച്ചു കൊടുത്ത ആ കഥ കേട്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്കിപ്പോഴും മലയാളത്തിൽ മെസ്സേജ് അയക്കാൻ അറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നത്. അല്ല, ആ കഥ കേട്ടപ്പോൾ എങ്ങനെയാണ്? നമ്മൾ അയക്കണ മെസ്സേജ് മോള് കണ്ടിട്ട് മോളാണ് മറുപടി ഇട്ടുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, മക്കളെ അതുപോലെ കാണണം എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ മക്കളെ ഞാൻ അതുപോലെ കണ്ടിട്ടുമുണ്ട്. എൻ്റെ ആ 2 മക്കളെയും എൻ്റെ മക്കളായിട്ട് തന്നെ കണ്ട് ഞാൻ സ്നേഹിച്ച് തന്നെയാണ് ജീവിക്കുന്നത്.
അവർക്കും അതിനോട് എന്നോട് അതുപോലെയുള്ള ഒരു അടുപ്പമുണ്ട്. സ്വന്തം അച്ഛനോട് എങ്ങനെ തോന്നുന്നു അതേ അടുപ്പം കുട്ടികൾക്കും എന്നോടുണ്ട്. ഇത്തരം ഒരു വിവാഹം വന്നപ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു? സ്വന്തം വീട്ടിലെങ്ങനെയായിരുന്നു? സ്വന്തം വീട്ടിൽ എതിർപ്പായിരുന്നു. ഇപ്പോഴും അത് പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതങ്ങനെ ആ വഴിക്ക് പോകുന്നു. അത് വഴിക്ക് പോകും. നിങ്ങൾ രണ്ട് മതസ്ഥരാണ് അല്ലേ? നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്? അതെ, ഞാൻ മിക്കവാറും എല്ലാ സൺഡേസും പള്ളിയിൽ പോകുന്ന ആളാണ്. ഇപ്പോൾ അല്ല, ഞങ്ങൾ സൗദിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഞാൻ എല്ലാ സൺഡേസും ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. അവിടെ പിന്നെ വേറെ അമ്പലമില്ലാത്തതുകൊണ്ട് ഇവിടെ അമ്പലത്തിൽ പോകാറില്ല എന്നുള്ളതേ ഉള്ളൂ. ജീവിതം അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെയും നമ്മുടെ വഴിക്കോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴിക്കോ കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ വിശ്വാസം നമ്മളിലൂടെ തന്നെ പോകുന്നു അല്ലേ? വിശ്വാസം അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ മതം ഒരു പ്രശ്നമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു, പുള്ളിയുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. അല്ല, ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകുമ്പോൾ പുള്ളി എന്നെ അകത്ത് കയറ്റിട്ട് പുറത്ത് നിൽക്കുമല്ലോ അല്ലേ? പുള്ളിയുടെ പള്ളിയിൽ പോകുമ്പോ ഞാൻ പുറത്തിരിക്കും, പുള്ളി പള്ളിയിൽ പള്ളിയിൽ കയറുന്നതിന് തടസ്സം അകത്ത് കയറി ഇരിക്കാറുണ്ട്. പള്ളിയിൽ കയറുന്നതിന് തടസ്സം കുർബാനയിൽ സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഗുരുവായൂരമ്പലാടെ പോകുമ്പോഴാണല്ലോ അങ്ങനെ ഒരു അതങ്ങനെ ഒരു വിശ്വാസമാണ്. ഗുരുവായൂരമ്പലടയിലാണല്ലോ അങ്ങനെ ഒരു വിശ്വാസം. വിശ്വാസം നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ പള്ളിയിൽ കയറുന്നതിന് യാതൊരു തടസ്സമില്ല. അതുകൊണ്ട് സിംഗിള് പള്ളികളിലകത്ത് കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളും പഠിച്ചിട്ടുണ്ടല്ലേ? ഖുറാനും ബൈബിളും എല്ലാം ഞാൻ ആവറേജ് എനിക്ക്, കാരണം അതിനകത്തൊക്കെ ഒരുപാട് കാര്യം. ഖുറാനൊക്കെ നോക്കിയാൽ അമ്മേനെയൊന്നും ഒരു അക്ഷരം പറയത്തില്ല നമ്മള്, അല്ലേ? സത്യമല്ല, അമ്മയുടെ കാൽക്കലാണ് സ്വർഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒച്ചത്തിൽ അമ്മയോട് സംസാരിക്കില്ലെന്ന് പോലുമാണ് ഖുറാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അത് വായിച്ചിട്ട് എൻ്റെ മക്കൾക്കും കാണിച്ചു കൊടുക്കും. നിങ്ങൾ കണ്ട അമ്മ ആരാണെന്നുള്ളത് ഇതെന്ന് വായിക്കാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ ബൈബിള് വായിച്ചാൽ എന്താ, നമ്മൾ അയൽക്കാരനെ പോലും സ്നേഹിക്കും, അല്ലേ? ശരിക്കും അതിൻ്റെ തത്വങ്ങളനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ ചെയ്യണം. ഖുറാനും ബൈബിളും ഒക്കെ പറയുന്നത് തന്നെയാണ് ഭഗവത്ഗീതയും പറയുന്നത്. എനിക്ക് ഇത് മൂന്നും ഞാൻ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പം ജീവിതത്തിൽ ഇനിയുള്ള ആഗ്രഹം പറയുന്നത് ഒരു ബിസിനസ്സാണ് അല്ലേ? അത് നിങ്ങൾ കൂടി ആലോചിച്ച് നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. കൂടി ആലോചിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ബിസിനസ് ഒന്നും ഇപ്പം തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ അവൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടുകൾ ഞാൻ എല്ലാ കാര്യത്തിലും അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് ഒരു വിധം ശരിയാണെന്ന് എനിക്കും തോന്നിയാൽ ഞാൻ എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സ്വന്തം വീട്ടിൽ ഇപ്പോഴും അത്രയും ഒരു അടുപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഈ വിവാഹത്തോടു കൂടി എനിക്ക് അടുപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും അത്യാവശ്യം അവർക്കൊരു അകൽച്ച ഉണ്ടെന്നല്ല പറഞ്ഞത്. അത് ഇവളോടല്ല ഒരു അകൽച്ചയാണ്. അല്ലാതെ നമ്മളുമായിട്ട് അടുപ്പത്തിൽ തന്നെ പോകുന്നു അല്ലേ? ഇനിയൊരു ജീവിതം, ഇനിയൊരു ജന്മം, നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ടെന്ന്, അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ആരെയായിരിക്കും ഭാര്യയാക്കി സ്വീകരിക്കുക? യാതൊരു സംശയമില്ലാതെ പറയാം. ചോദ്യമാണല്ലോ. യാതൊരു അർത്ഥസംഖ്യക്കിടയില്ലാതെ അത് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ. എന്തായാലും നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട് ഒത്തിരി പേർ പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് സിംഗിളിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. ബോമൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഒന്ന് പ്രേക്ഷകർ മുമ്പിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഈ ജീവിതം മുന്നോട്ട് പോകട്ടെ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അതുപോലെ തന്നെ സഫലമാകട്ടെ. ജീവിക്കുന്ന എത്ര കാലം സന്തോഷമായി ജീവിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് ജഗദീഷിനോട് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.